ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻസ് വ്ലോഗ്. +1 ബയോളജി സയൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റായ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരാൻ പോകുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഈ ഒരു വീഡിയോയിലൂടെ ഏറ്റവും ബ്രീഫ്ലി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ ചാപ്റ്റർ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ബയോളജി എന്താണ്, സുവോളജി എന്താണ്, ബോട്ടണി എന്താണ് എന്നൊക്കെയുള്ളൊരു ബേസിക് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ബയോളജി നോക്കുമ്പോഴത്തേക്ക് ബയോളജി എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ +1 എത്തുമ്പം ഈ ബയോളജി രണ്ടായിട്ട് തിരിഞ്ഞിട്ട് രണ്ട് ഭാവത്തിലാണ് നിങ്ങളിതിനെ കാണാൻ പോകുന്നത്. ബയോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സയൻസ് സ്റ്റുഡൻസാണ്. സ്റ്റഡി ഓഫ് ലൈഫ് ഓർ ലിവിങ് ഓർഗനിസം, നമ്മൾ ജീവനുള്ളതിനെക്കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്രമാണ് ബയോളജി. ഈ ബയോളജി ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ലൈഫ് ഓർ ലിവിങ് ഓർഗനിസംസ്. പിന്നെ സുവോളജി ആൻഡ് ബോട്ടണി, ഇതിൻ്റെ 2 ബ്രാഞ്ചസ് ആണ്. സുവോളജി എന്താ? സുവോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ആനിമൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ശാഖയാണ് സുവോളജി. നമ്മൾ മലയാളത്തിൽ അതിനെ ജന്തുശാസ്ത്രം എന്ന് പറയും. ഇവിടെ സുവോളജിയുടെ ഫാദർ ആരാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സുവോളജിയുടെയും അതുപോലെ തന്നെ ബയോളജിയുടെയും ഫാദർ അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അരിസ്റ്റോട്ടിലാണ് സുവോളജിയുടെയും അതുപോലെ തന്നെ ബയോളജിയുടെയും ഫാദർ. ഇനി തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ പിതാവ്. ബോട്ടണി നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്റ്റഡി എബൌട്ട് പ്ലാന്റ്സ് ഈസ് കോൾഡ് ബോട്ടണി ആൻഡ് തിയോഫ്രാസ്റ്റസ് ഈസ് ദ ഫാദർ ഓഫ് ബോട്ടണി. ഈ 2 പേരുകൾ സുവോളജിയും ബോട്ടണിയും പഠിക്കുന്ന സ്റ്റുഡൻസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് ദ ലിവിങ് വേൾഡ്. ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് മുമ്പിലോട്ട് അവർ ആദ്യം ഇടുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ലിവിങ് എന്നാണ്. എന്താണ് ലിവിങ്? ലിവിങ് എന്ന് ചോദിക്കുമ്പം നമുക്കറിയാം, ജീവിക്കുന്നത്, ജീവനുള്ളത്, അതിനെയൊക്കെയാണ് നമ്മൾ ലിവിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലിവിങ് ആണോ അല്ലയോ ഒരു ഓർഗനിസം അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ, അത് ലിവിങ് ആണോ എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? അതിന് നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് നമ്മൾ ഒരു കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഈ എൻവയോൺമെൻറ്റ് കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ബോധം, അല്ലെങ്കിൽ അതിനോടൊക്കെ റെസ്പോൺസ് ചെയ്യുന്ന ഒരു മൈൻഡ്, ഇതൊക്കെയാണ് ലിവിങ്ങിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മൾക്ക് ഫസ്റ്റ് തോന്നുന്ന ചില കാര്യങ്ങൾ. ഇവിടെ ഫീച്ചർ ഔട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഒരു ലിവിങ് ഓർഗനിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന്. അവരിവിടെ പറയുന്നത് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നസ്, ഇതൊക്കെയാണ് ഒരു ലിവിങ് ഓർഗനിസം ആണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ്. സോ വി മൂവ് ഓൺ ടു ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ? ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ചയല്ലേ? നമുക്ക് പെട്ടെന്ന് തോന്നുന്ന വളർച്ച. എല്ലാ ജീവികളും വളരുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും ഈ ഗ്രോത്തിനെ? ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ മാസ് ഓഫ് ബോഡി ഓർ സെൽ. അപ്പം ഇവിടെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുമ്പം നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന 2 വാക്കുകളാണ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ ഏകകോശ ജീവി. നിങ്ങൾ എക്സാമ്പിൾസൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. അമീബ. മൾട്ടി സെല്ലുലാർ ഓർഗനിസം, ബഹുകോശ ജീവികൾ. എന്താ? ഇപ്പം ഞാൻ അല്ലെങ്കിൽ ആനിമൽസ്, അങ്ങനെ ഉൾപ്പെടുന്ന എല്ലാം മൾട്ടി സെല്ലുലാറാണ്. ഇതൊക്കെ എങ്ങനെയാണ് വളരുന്നത്? സെൽ ഡിവിഷൻ കൊണ്ടാണ്. എന്ന് വെച്ചാൽ സെല്ല് വിഭജിച്ചാണ് ഇവയൊക്കെ വളരുന്നത്. പ്ലാന്റ്സ് എടുക്കുമ്പോഴത്തേക്ക് പ്ലാന്റ്സ് ഇവരുടെ ജീവിതകാലം മുഴുവൻ വളരുന്നുണ്ട്. പക്ഷെ നമ്മളോ അല്ലെങ്കിൽ ആനിമൽസോ ഒക്കെ അവരൊരു പ്രത്യേക ഏജിൽ മാത്രമാണ് വളരുന്നത്. അതാണ് പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ ഗ്രോത്ത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ ലിവിങ് ഓർഗനിസത്തിൻ്റെ? അല്ല. ബിക്കോസ് ജീവനില്ലാത്തതും വളരും. ജീവനില്ലാത്തത് വളരുമോ? നിങ്ങൾ അതെന്താ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും, മൗണ്ടെയ്ൻസ് വളരുന്നില്ലേ? എക്സ്റ്റേണലി അത് വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. സോ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് ഇൻക്രീസ് ഇൻ മാസ് ഓഫ് ബോഡി ഓർ സെൽ. പിന്നെ
ഇതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. അടുത്തതിലേക്ക് പോകാം. റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ ജനറേഷൻ. ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ പരമ്പര. നമ്മൾ ജനിച്ചു വളർന്നു അങ്ങ് കടന്നു പോകാൻ നമുക്ക് പറ്റില്ല. അടുത്തൊരു ജനറേഷന് ആളിനെ കൊടുത്തിട്ട് മാത്രമേ നമുക്ക് കടന്നു പോകാൻ സാധിക്കത്തുള്ളൂ. അതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, പ്രത്യുൽപാദനം. സോ ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ജനറേഷൻ. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള കാര്യം ചെയ്തിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് ഡിഫൈൻഡ് എസ് പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി. പ്രോജനി എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ. സോ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി പ്രോസസ്സിംഗ് ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദെയർ പേരൻസ്. പേരൻസിനോട് താരതമ്യം അല്ലെങ്കിൽ പേരൻസിന് സാദൃശ്യമുള്ള തന്നെ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് റീപ്രൊഡക്ഷൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ 2 വാക്കുകൾ പരിചയപ്പെടുന്നുണ്ട്, സെക്ഷുവൽ ആൻഡ് എസെക്ഷുവൽ. സെക്ഷുവൽ എന്ന് പറയുമ്പോൾ 2 പേരാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അച്ഛനും അമ്മയും സെക്സിൽ ഏർപ്പെട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ അച്ഛൻ്റെ സ്പേമും അമ്മയുടെ എഗ്ഗും ചേർന്ന് സൈഗോട്ടുണ്ടായി അവിടെ ഒരു കുഞ്ഞാവ് ജനിക്കുന്നതിനാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത വാക്ക് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇവിടെ പ്രോജനി പ്രൊഡ്യൂസ്ഡ് ആവുന്നത് ഒരൊറ്റ പേരൻറ്റിൽ നിന്നാണ്. ഒരു പേരൻറ്റ് വഴി വരുന്നതിനെയാണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ദ നെക്സ്റ്റ് കാറ്റഗറി, മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ അവർ സെൽ. നമ്മുടെ സെല്ലിൽ നടക്കുന്ന ആകെ മൊത്തം രാസപ്രവർത്തനത്തിനെ പറയുന്ന പേരാണ് മെറ്റബോളിസം എന്ന് വെച്ചാൽ. ഈ മെറ്റബോളിസം ജീവനില്ലാത്ത ജീവികളിൽ കാണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മെറ്റബോളിസം ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗനിസം. ആൻഡ് ഇതിൽ 2 എണ്ണമുണ്ട്. ഒന്ന് കാറ്റബോളിസവും ഒന്ന് അനബോളിസവും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, പിന്നെ ഒന്ന് പൊടി തട്ടി എടുക്കണം. കാറ്റബോളിസം എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സ് ആൻഡ് അനബോളിസം ഈസ് ദ ബിൽഡിംഗ് അപ്പ് പ്രോസസ്സ്. ഇനി അടുത്തത് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ഓൾ ലിവിങ് ഓർഗനിസംസ് ആർ ഫോംഡ് ഓഫ് സെൽസ്. എല്ലാ ഓർഗനിസം സെൽസ് കൊണ്ടാണ്. പല സെൽസ് കൂടിച്ചേർന്നാണ് ഓരോ ഓർഗനിസംസും ഉണ്ടാകുന്നത്. നമുക്കറിയാം സെല്ലെന്ന് വെച്ചാൽ കോശങ്ങൾ. ഈ കോശങ്ങളെല്ലാം കൂടി ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകും. ടിഷ്യൂസ് എന്ന് വെച്ചാൽ കലകൾ. ഈ കലകളെല്ലാം കൂടി ചേർന്ന് ഓർഗൻസ് ഉണ്ടാകും, അവയവങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു അവയവ വ്യവസ്ഥയുണ്ടാകും, ഓർഗൻ സിസ്റ്റം. ഈ ഓർഗൻ സിസ്റ്റം ചേർന്നാണ് ഓർഗനിസം ഉണ്ടാകുന്നത്. So cellular organization is a defining property of a living organism. അടുത്തത് കോൺഷ്യസ്നെസ്, ബോധം എന്നൊക്കെ പറയും. എബിലിറ്റി ടു സെൻസ് ദ സറൗണ്ടിങ് എൻവയോൺമെൻറ്റ്. പ്രതികരിക്കാൻ പറ്റണം. ഒരു ലിവിങ് ഓർഗനിസം ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, കാറ്റബോളിസം, കോൺഷ്യസ്നെസ് ഇതൊക്കെ വേണം. ഇതൊക്കെ ആണ് അതൊരു ലിവിങ് ആണോ എന്ന് നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് ഒത്തിരി പലതരം ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. വലിയൊരു കലവറയാണ്. നമ്മൾ ജസ്റ്റ് വെളിയിലോട്ട് നിറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഉറുമ്പുണ്ട്, പുഴുവുണ്ട്, പാറ്റയുണ്ട്, പല്ലിയുണ്ട്, എല്ലാം ഉണ്ട്. പലതിനും അതിൻ്റെ കാലുകളിലേക്ക് വരെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടുതൽ ആഴമായിട്ട് പോകുമ്പോഴത്തേക്കറിയാം സുവോളജി നിങ്ങൾക്ക് വലിയ ഒരു ലോകത്തെ തുറന്ന് കാണിക്കുന്നുണ്ട്. ഒരു പൂവെടുത്താൽ മറ്റൊരു പൂവിനോട് സിമിലാരിറ്റി കാണിക്കുന്നില്ല. റോസയും അല്ലെങ്കിൽ മല്ലിപ്പൂ, ജവന്തി, മുല്ലപ്പൂ ഇതൊക്കെ പല കളറ്, പല ടൈപ്പ് പെറ്റൽസ്, സെപ്പൽസ് ഒക്കെയാണ് ഇതിനൊക്കെ ഉള്ളത്. വലിയൊരു ഡൈവേഴ്സിറ്റിയാണ് ഇത് തുറന്നു വരുന്നത്. പുലിയെ പോലെയാണോ മാൻ ഇരിക്കുന്നത്, മാനിനെ പോലെയാണ് ജിറാഫ് ഇരിക്കുന്നത്, ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ തന്നെ പറയുന്നത് 1.7 മില്യണോളം സ്പീഷീസ് മാത്രമേ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഏറെ ഡിസ്കവർ ചെയ്യാനായിട്ടുള്ള സ്പീഷീസ് ഇനിയുമുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്പീഷീസാണ് ലോകം നമുക്ക് വേണ്ടി ഇങ്ങനെ നമ്മുടെ പ്രകൃതി നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അപ്പം ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് വെറൈറ്റി അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓർഗനിസം ആണ്. പിന്നെ ഉള്ളത് ടാക്സോണമി. ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീലിംഗ് വിത്ത് ക്ലാസിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഈ 3 വാക്കുകൾ നമ്മൾ മറക്കരുത്.
ഇത് മൂന്നും ഉൾപ്പെടുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ടാക്സോണമി. ആദ്യം എന്തെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ നമ്മൾ കണ്ടു, നമ്മൾ ആദ്യം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ നോമൻക്ലേച്ചർ ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം. നോമൻക്ലേച്ചർ, ആ വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടോ? വലിയ കാര്യമൊന്നുമില്ല. നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ പേരിടിയിൽ, നെയിമിങ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. ഇനി ചുമ്മാ നെയിം ഇടാൻ പറ്റത്തില്ല, ഇതിന് കുറേ റൂൾസും ഉണ്ട്. ഇത് ഒക്കെ നോക്കാനായിട്ട് കാര്യങ്ങൾക്കായിട്ട് ഒരു ഓർഗനൈസേഷനുമുണ്ട്, 2 ഓർഗനൈസേഷൻ. അതിൽ ആദ്യത്തേത് ICBN. ഈ പേരും നിങ്ങൾ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരുകളാണ്, ICBN ആൻഡ് ICZN. ICBN അത് എക്സ്പാൻഡ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇത് മറക്കരുത്. ICZN ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഈ 2 പേര് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരുകളാണിത്. ഇത് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ഇനി ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊടുത്തത് കാർലസ് ലിനേയസ്. ഈ പേര് നിങ്ങൾ മറക്കരുത്. ഇനി കാർലസ് ലിനേയസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിന് രൂപം കൊടുത്തത്. ഇനി ഇതിൻ്റെ നിയമങ്ങളാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. നിങ്ങൾക്ക് ഡിഗ്രി ക്ലാസ്സുകളിലും ഇതിൻ്റെ ബാക്കി പോർഷൻസ് വരുന്നുണ്ട്. അപ്പം ഈ റൂൾസ് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങൾക്ക് ഫുൾ ടൈം ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്തും വരും. ഇനി റൂൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ദ നെയിംസ് ആർ ഇൻ ലാറ്റിൻ ലാംഗ്വേജ് ഓർ ലാറ്റിനൈസ്ഡ്. ഒന്നെങ്കിൽ പേര് ലാറ്റിൻ ലാംഗ്വേജിലായിരിക്കും അല്ലെങ്കിൽ ലാറ്റിനൈസ്ഡ് ആയിരിക്കും. പിന്നെ ഇത് നമ്മളിപ്പം പേരെഴുതുക. ഇപ്പം നിങ്ങൾക്ക് പരിചയമുള്ളൊരു പേരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനുഷ്യൻ്റെ സയൻറ്റിഫിക് പേര് അറിയാമായിരിക്കും അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ ഹോമോ എന്നും സാപ്പിയൻസ് എന്നും 2ആയിട്ട് നമ്മൾ എഴുതുന്നത്. ആ ഹോമോയും സാപ്പിയൻസും വരുമ്പോഴത്തേക്ക് ഹോമോ ജീനസ് നെയിം എന്ന് പറയും. ജീനസ് ആണത് ഹോമോ എന്നുള്ളത്. എന്നിട്ട് സ്പീഷ്യസ് നെയിമാണ് ഈ സാപ്പിയൻസ് എന്നുള്ളത്. സോ ഇതിൽ 2 വേർഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വേർഡ് ജീനസ് എന്നും സെക്കൻഡ് വേർഡ് സ്പീഷ്യസ് എന്നും പറയുന്നത്. ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഹോമോ സാപ്പിയൻസ് എന്ന് എഴുതുമ്പോൾ ഹോമോ ഫസ്റ്റ് 1 ജീനസ്, സെക്കൻഡ് 1 സ്പീഷ്യസ്. ഇനി ഇത് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. നമ്മൾ എഴുതി പോകുന്ന സ്പീഡിൽ ഒന്നിച്ച് അണ്ടർലൈൻ ചെയ്യാൻ പാടില്ല, 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യണം. ഹോമോ എന്നും സാപ്പിയൻസ് എന്നും എഴുതുമ്പോൾ ഹോമോ ജീനസും സാപ്പിയൻ സ്പീഷ്യസുമാണെന്ന് ഓർക്കണം. പ്രിൻറ്റ് ചെയ്യുമ്പം ഇത് ഇറ്റാലിക്സിലായിരിക്കണം. ഈ വേർഡ്സ് നിർബന്ധമായിട്ടും ഈ വേർഡ്സ് ഇറ്റാലിക്സിലായിരിക്കണം. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് എഴുതുന്ന വാക്ക്, അതായത് ജീനസിൻ്റെ പേരെഴുതുന്ന ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. സ്പീഷ്യസ് നെയിമിൻ്റെ സ്മോൾ ലെറ്റർ ആയിരിക്കണം ഫസ്റ്റ് ലെറ്റർ. അപ്പം നമ്മൾ എഴുതി പോകുന്ന സ്പീഡിൽ 2ഉം ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് ക്യാപിറ്റൽ ആക്കാൻ പാടേയില്ല. ഹോമോ സാപ്പിയൻസ് എന്ന് എഴുതുമ്പം ഹോമോയുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഒപ്പം സ്പീഷ്യസിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ഫസ്റ്റ് സാപ്പിയൻസ് എന്ന് എഴുതുമ്പോൾ സ്മോൾ തന്നെ ആയിരിക്കാൻ ശ്രമിക്കണം. അപ്പം 4 നിയമങ്ങളുണ്ട്. ഒന്ന്, പേര് ലാറ്റിൻ ആയിരിക്കണം, ലാറ്റിൻ ലാംഗ്വേജ് ആയിരിക്കണം. ഫസ്റ്റ് വേർഡ് 2 വേർഡ് എഴുതുമ്പോഴത്തേക്കും അതിൽ ഫസ്റ്റ് വേർഡ് ജീനസ് എന്നും സെക്കൻഡ് വേർഡ് സ്പീഷ്യസ് എന്നുമായിരിക്കും. ജീനസ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, സ്പീഷ്യസ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. ഹാൻഡ് റിട്ടൺ ആയിരിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് വേണം ഇത് എഴുതാൻ. പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഈ വേർഡ്സ് ഇറ്റാലിക്സിലായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററായ ലിവിങ് വേൾഡിൻ്റെ ഫസ്റ്റ് തൊട്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ വരെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പുറകെ വരുന്ന വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.